ഹായ് ഫ്രണ്ട്സ്, മാധുരം കിച്ചൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പൊരിച്ച പത്തിരിയുടെ അതേ ടേസ്റ്റുള്ള ഒരു ദോശയാണ്. അതിന് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെന്ന് പരിചയപ്പെടുത്താം. വരൂ. അതിനായി ഒരു കപ്പ് അരി, നമ്മൾ ഇഡ്ഡലിക്കും ദോശയ്ക്കെല്ലാം അരയ്ക്കാടുപോലെ ആ അരിയാണ്. അത് നമുക്ക് നല്ലപോലെ വാഷ് ചെയ്തിട്ട് കുതിർത്താൻ വയ്ക്കാം. അരി മുങ്ങുന്ന അളവിനുള്ള വെള്ളം ഒഴിച്ചോളൂ. മിനിമം ഒരു 4 hours എങ്കിലും ഇത് കുതിരണം കേട്ടോ. ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണേ. ഇതാ നമ്മുടെ അരി നല്ലപോലെ കുതിർന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്കിത് അരയ്ക്കാനെടുക്കാം. ഇത് നമ്മൾ നല്ലപോലെ വാഷ് ചെയ്തിട്ടാണ് കുതിർത്താൻ വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങളിത് അരയ്ക്കുമ്പോൾ വേറെ വെള്ളം എടുക്കേണ്ട ആവശ്യമില്ല. ആ കുതിർത്ത വെള്ളം തന്നെ നമുക്ക് ഉപയോഗിക്കാം. ഇതിപ്പോൾ നമ്മൾ 1 കപ്പ് അരി എടുത്തിട്ടുണ്ടല്ലേ, അതിന് 1/2 കപ്പ് തേങ്ങ. നിങ്ങൾ അരി ഏതിലാണോ മെഷർ ചെയ്യുന്നത് അതിന് 1/2 തേങ്ങ എടുക്കാൻ ശ്രദ്ധിച്ചോളൂ. ചെറിയ തേങ്ങയാണ് കേട്ടോ. ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് ഒരു 1/4 പരുവത്തിൽ അരച്ചതിന് ശേഷം അതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ ജീരകം. നല്ലപോലെ നൈസായി അരയ്ക്കണം കേട്ടോ. അരി ജീരകം നമുക്ക് അത്ര അരയ്ക്കേണ്ട ആവശ്യമില്ല, അതുകൊണ്ടാണ് കുറച്ച് ലാസ്റ്റായിട്ട് നമ്മൾ ഇടുന്നത്. ആവശ്യത്തിനുള്ള ഉപ്പും. നോക്കൂ, നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് സെറ്റാവാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല, ഉടനെ തന്നെ ചുട്ടെടുക്കാം. നോക്കൂ, ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി. എന്നിട്ട് ആവശ്യമുള്ള എണ്ണ നമുക്കതിലേക്ക് ടേസ്റ്റിനായി ഒഴിച്ചു കൊടുക്കാം. ഇത് നല്ല ടേസ്റ്റുള്ള ഒരു ദോശയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കണേ. ഇപ്പോൾ നമ്മുടെ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ചൂട് ദോശ തേങ്ങാ ചമ്മന്തിയോട് കൂടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് പറയൂലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.